Hello guys, once again welcome back to my YouTube channel. അപ്പോൾ ഇന്നൊരു വ്ലോഗാണ് ഗൈസ്, നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു. നമുക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പോൾ അതേ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു. കാരണം ബ്രൈഡിന് നമുക്കൊരു 11 മണി 10 മണി ആ ടൈമിലാണ് റെഡിയായി പോകേണ്ടത്. അപ്പോൾ അതേ ഞാൻ എണീറ്റു, റെഡിയായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ഇനി ബ്രൈഡ് വരണം, ബ്രൈഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ലേറ്റ് ആയിട്ടുള്ള ബ്രൈഡ് മീൻസ് മോർണിംഗിൽ വരുന്ന ബ്രൈഡ് മുസ്ലിം ബ്രൈഡ്സാണ് കൂടുതലും എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ്. എൻ്റെ നൈബറും കൂടെയാണ്, എൻ്റെ ജൂനിയറും കൂടെയാണ് ആള്. ഹംദ എന്നാണ് ആളുടെ പേര്. ഇവർ ട്വിൻസ് ആട്ടോ. ഒരാളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞു, ഇത് ഇവളുടെ കല്യാണമാണ്. അപ്പം തലേദിവസത്തെ മേക്കപ്പിനെ പറ്റി പറയായിരുന്നു. നല്ല മേക്കപ്പും കാര്യമായിരുന്നു, എല്ലാ റിവ്യൂസ് പറഞ്ഞു. അപ്പം ഇതാണ് ആളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആളുടെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ. നമുക്ക് നല്ല മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഹെയർ ഒന്ന് ടർബൻ കുത്തി നമ്മൾ സെറ്റ് ചെയ്തു. അപ്പം ഇതാണ് ആളുടെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഇതാണ് ആളുടെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയുടെ ഇതിനകത്തും കൊടുത്തേക്കാം. അപ്പോൾ ആളെടുത്തേക്കുന്ന എല്ലാം ബ്രൈഡൽ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെൻ്റൽ ഷോപ്പിൽ നിന്നാണ് ആളുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. ഇതാണ് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. തലേ ദിവസത്തെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയെല്ലാം ഉള്ളൂട്ടോ ഇനി ഓരോന്നായിട്ട്. അപ്പോൾ ഓൾറെഡി എന്നെയും ഇവരുടെ ഫംഗ്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും റെഡിയായി, ഞാനും മമ്മിയും ഞാനും കൂടി റെഡിയായിട്ട് പോയി. ബിരിയാണി ആയിരുന്നു നമുക്ക് ഫുഡ്, അവിടുത്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ അവരുടെ കസിൻസാണ് കേട്ടോ, ക്ലോസ് കസിൻസാണ് ആക്ച്വലി. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോകുന്നു കേട്ടോ. ഒരു ഉച്ചയത്തേക്ക് നമുക്ക് പോകുന്നു. വേറെ വർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. റിസപ്ഷൻ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അതിന് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ ഭാഗമാണ് കാണുന്നത്. മേക്കപ്പ് പോലും റിമൂവ് ചെയ്യാണ്ടാണ് കയറി കിടന്നിട്ട്. കാരണം രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് വർക്ക് വന്നുകൊണ്ടുള്ള ഒരു തിരക്കിൻ്റെ കാരണം എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരെ മേക്കപ്പും കാര്യങ്ങളൊന്നും കളഞ്ഞില്ല. പിന്നെ എന്തൊക്കെയോ ഞാനിത് പറയുന്നുണ്ട്. ആക്ച്വലി ഇത് വോയിസ് ഓവർ ഞാൻ ഓർത്ത് വോയിസ് ഓവർ കൊടുക്കണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലും ബ്രൈഡൽ ടിപ്പ് ഞാൻ അടുത്ത് വേറൊരു ഇതാക്കി ചെയ്യാൻ ഓർത്തു. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ടി വിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഫുഡ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് കയറി. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓർത്തൊരു കുക്കർ ബീഫ് ബിരിയാണി വെച്ചാലോ എന്ന്. അത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണല്ലോ. അങ്ങനെ അതൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ ഓർത്ത് കയറി. അതിൻ്റെ വീഡിയോസ് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. മിക്കപ്പോഴും എൻ്റെ വ്ളോഗിൻ്റെ അകത്ത് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് റിപ്പീറ്റേഷൻ വേണ്ടല്ലോ എന്നോർത്തു. പിന്നെ ഞാൻ ഒരു പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെയുള്ള കേട്ടോ. അപ്പോൾ അച്ചിച്ച് കൊണ്ടു തന്നു. അടിപൊളി പുഡിങ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ബീഫ് കുക്കർ ബിരിയാണി ഗൈസ്. അതെല്ലാം കഴിച്ച് ഇനി നല്ല സുഖസുന്ദരമായി ഞാൻ ഒന്നോടെ കയറി കിടന്നുറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.